വഖഫ് സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയപരിധി നീട്ടണമെന്ന ആവശ്യത്തിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഹർജിക്കാരോട് വഖഫ് ട്രൈബ്യൂണലുകളെ സമീപിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഏകീകൃത വഖഫ് മാനേജ്മെന്റ് ശാക്തീകരണ ആക്ട് പ്രകാരം സമയപരിധി നീട്ടാൻ അധികാരം വഖഫ് ട്രൈബ്യൂണലുകൾക്കെന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ആർ അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷി, വഖഫ് സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതിന് സമയപരിധി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നത്. ഈ ഘട്ടത്തിലാണ്, ഇന്ന് വാദം കേട്ട ഘട്ടത്തിലാണ് ഈ സമയപരിധി നീട്ടുന്നതിനായി പ്രത്യേക ഉത്തരവുകളൊന്നും പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്ന സുപ്രീം കോടതി അറിയിച്ചത്. കാരണം ഇതിൽ കേന്ദ്രം അറിയിച്ചത് ഈ ഏകീകൃത വഖഫ് മാനേജ്മെന്റ് ശാക്തീകരണ ആക്ട് പ്രകാരം സമയപരിധി നീട്ടുവാനുള്ള അധികാരം അത് വഖഫ് ട്രൈബ്യൂണലുകൾക്കാണ് എന്ന് കേന്ദ്രം അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഹർജിക്കാരെ ട്രൈബ്യൂണലിലേക്ക് പോകാനുള്ള ഒരു നിർദ്ദേശം കേന്ദ്രം മുന്നോട്ട് വെച്ചു. ഇത് അംഗീകരിച്ച്, ഇത് ശരിവെച്ചുകൊണ്ടാണ് കോടതിയും അക്കാര്യം വ്യക്തമാക്കിയത്. അതായത് ഹർജിക്കാരോട് ഈ വിഷയത്തിൽ വഖഫ് ട്രൈബ്യൂണലുകളെ സമീപിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു നിർദ്ദേശം നൽകിക്കൊണ്ട് ഈ ഹർജികൾ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത് അധ്യക്ഷനായ ബെഞ്ച് തീർപ്പാക്കുകയാണ് ഉണ്ടായത്. ആർ അച്യുതൻ, ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.